അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അവലും ഉണ്ട് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മളിന്ന് അടിപൊളി ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ കണ്ടു നോക്കുക കൂട്ടുകാരെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിന്ന് സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് പീനട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം റോസ്റ്റഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ നമുക്ക് അവലും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അവലും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അവലും റോസ്റ്റഡായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാം. ഇത് നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. തേങ്ങയുടെ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ ബ്രൗൺ കളർ, അത് നമ്മൾ ചെത്തിയെടുത്ത് വൈറ്റ് മാത്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ച് പോകരുത്, ക്രഷ് ചെയ്തെടുത്താൽ വെള്ളം ഒഴിക്കുക. നമുക്ക് ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്ത തൊലി കളഞ്ഞെടുത്ത് നിലക്കടല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്ക് പൊടിഞ്ഞു പോകാം. നമ്മളുടെ കപ്പലണ്ടി അല്ല, നിലക്കടല നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അവലും പൊടിച്ചതും കൂടി നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. നേരത്തെ തന്നെ നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ക്രഷ് ചെയ്ത് വീണ്ടും നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങ ഉണ്ടല്ലോ അതിനകത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഇതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാനാണ്. കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏലക്കയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി. വീണ്ടും അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര ഉരുക്കിയത് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ശർക്കര പാനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവലിൻ്റെയും കപ്പലണ്ടിയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറേ ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാനി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാതെ ഞാൻ കുറച്ച് ബാലൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മേളിലോട്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ നെയ്യെല്ലാം കൂടെ എല്ലായിടത്തും ഒന്നാവുന്ന രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ചെറിയൊരു ബോളാക്കി എടുക്കാം. അതെ, ഇതേപോലെ ആക്കി എടുത്തിട്ട് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതിനകത്തിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതേപോലെ ചെന്ന് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാൻ കൂട്ടുകാരെ.